നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ, കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ സീനിയർ ന്യൂറോളജിസ്റ്റ്, സ്ട്രോക്ക് സ്പെഷ്യലിസ്റ്റുമാണ്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് എന്താണെന്നും സ്ട്രോക്കിന്റെ നൂതന ചികിത്സകൾ എന്താണെന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോകുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾക്ക് ഓക്സിജനും മറ്റ് പോഷകങ്ങളും പെട്ടെന്ന് നിലച്ചു പോകുന്നു. തന്മൂലം മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അഥവാ ബ്രെയിൻ അറ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ അറ്റാക്ക് അഥവാ പക്ഷാഘാതം പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്നാമത്തേത്, തലച്ചോറിലേക്കുള്ള രക്തധമനികളിൽ ഒരു രക്തക്കട്ട വന്ന് രക്തം കട്ട പിടിക്കുകയും തന്മൂലം രക്തപ്രവാഹത്തിന് തടസ്സം സംഭവിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രോക്കുകളെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള സ്ട്രോക്ക് എന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ, അതായത് രക്തധമനികൾ പെട്ടെന്ന് പൊട്ടി അതിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നാൽ, ഒരിക്കൽ തലച്ചോറിലെ രക്തധമനികൾ പൊട്ടുക അല്ലെങ്കിൽ രക്തക്കുഴലുകൾ തടസ്സം സംഭവിച്ച് കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പിന്നീട് അവയെ പുനരുജ്ജീവിപ്പിക്കാനോ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുകയില്ല. ഒരിക്കൽ നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായി അങ്ങനെ തന്നെ ഇരിക്കും. തലച്ചോറിൽ ഒരിക്കൽ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി രക്തം പ്രവഹിക്കുന്ന സമയത്ത് തലച്ചോറിൽ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മസ്തിഷ്ക കോശങ്ങളാണ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ നാശം സംഭവിക്കുന്നത് രോഗി ഒരു ആശുപത്രിയിൽ നിന്നും വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ധാരാളം സമയം ചിലവഴിക്കുന്നു. തന്മൂലം ഒരു അടിയന്തരമായ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് രോഗിക്ക് നൽകാൻ സമയം കുറേയധികം വരുന്നു. ഏകദേശം ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം 3 തൊട്ട് 4.5 മണിക്കൂർ ആകുമ്പോഴേക്കും തലച്ചോറിലെ കോശങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വശത്തിന്റെ തളർച്ച, ശരീരത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന തളർച്ച അഥവാ മരവിപ്പ്. ചിലപ്പോൾ ചില രോഗികളിൽ വായ ഒരു വശത്തേക്ക് കോടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ വ്യക്തത ഉണ്ടാവാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ രോഗിക്ക് വാക്കുകൾ പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, വാക്കുകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കാഴ്ച മങ്ങുക. ഇവയെല്ലാമാണ് പ്രധാനമായും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. ഒരു രോഗിയിൽ ഈ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണമെന്ന് ആവശ്യമില്ല. 1-2 ലക്ഷണങ്ങൾ മാത്രം മതി സ്ട്രോക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. സ്ട്രോക്കിന്റെ ലഘുവായ ലക്ഷണങ്ങൾ ഏതാനും നിമിഷങ്ങൾ മുതൽ മണിക്കൂറുകൾ വരെ മാത്രം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം രോഗി പൂർണ്ണമായ രീതിയിൽ നോർമൽ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത്തരത്തിലുള്ള സ്ട്രോക്കുകളെയാണ് മിനി സ്ട്രോക്ക്. ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും രോഗി തങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം മാറിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കുമെങ്കിലും വലിയ ഒരു സ്ട്രോക്ക്, വലിയ ഒരു രീതിയിലുള്ള പക്ഷാഘാതം വരുന്നതിന് ഉള്ള ഒരു മുന്നോടി മാത്രമാണ് ഈ ചെറിയ രീതിയിലുള്ള സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. ഏകദേശം 20% രോഗികളിൽ ചെറിയ മിനി സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കാണുന്നു. അതും ഈ മിനി സ്ട്രോക്ക് വന്നതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോക്ക് വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രായമായ ആളുകളിൽ സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണം രക്താതിസമ്മർദ്ദം, അമിതമായ പ്രമേഹം, അമിതമായ ബ്ലഡ് ഷുഗർ ലെവൽ, അമിതമായ കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം, ഇവയെല്ലാമാണ് പ്രായമായ ആളുകളിൽ സ്ട്രോക്കിനുള്ള കാരണം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് സ്ട്രോക്ക് വരുന്നത് പ്രായമായ ആളുകളിൽ മാത്രമാണെന്നാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായത്തിലുള്ള ആളുകൾക്ക് വരെ സ്ട്രോക്ക് നമുക്ക് കാണുന്നുണ്ട്. ഇവരിൽ ഉള്ള കാരണങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഉദാഹരണമായി ഹൃദയത്തിന്റെ മിടിപ്പിലുള്ള താളപ്പിഴകൾ, അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള രക്തക്കട്ട തലച്ചോറിലേക്ക് പോയി സ്ട്രോക്ക് വരാം. മാത്രമല്ല കഴുത്തിലേക്കുള്ള രക്തധമനികളിൽ കീറൽ സംഭവിച്ച് നമുക്ക് സ്ട്രോക്ക് സംഭവിക്കാം. അതിനെ നമ്മൾ ആർട്ടീരിയൽ ഡിസെക്ഷൻ എന്ന് പറയുന്നു. പ്രധാനമായും നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കുന്നതിന് നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? രക്തസമ്മർദ്ദം പരമാവധി ക്രമീകരിച്ച് നിർത്തുക, ബ്ലഡ് ഷുഗർ ക്രമീകരിച്ച് നിർത്തുക, നല്ല രീതിയിൽ വ്യായാമം നടത്തുക, എന്നിവയെല്ലാം നമുക്ക് നല്ല ഭക്ഷണം, ക്രമീകരിച്ച രീതിയിലുള്ള ഭക്ഷണം എന്നിവയെല്ലാം നമുക്ക് രോഗിക്ക് നൽകാം. പ്രധാനമായും സ്ട്രോക്കിന്റെ ചികിത്സയിൽ 2 തരത്തിലുള്ള ചികിത്സയാണ് നമുക്കുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ തലച്ചോറിലെ രക്തക്കട്ട അലിയിച്ചു കളയുന്നതിനുള്ള ചികിത്സ. ഇതിനെ നമ്മൾ പറയുന്നത് IV ത്രോംബോലൈസിസ് അഥവാ ഒരു ഇഞ്ചക്ഷൻ വഴി നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് ആ മരുന്നിനെ പറയുന്ന പേരാണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അഥവാ TPA. ഈ ഇഞ്ചക്ഷൻ രോഗിക്ക് സ്ട്രോക്ക് ആരംഭിച്ചതിന് ശേഷം ഏകദേശം 4.5 മണിക്കൂറിനുള്ളിൽ ഈ 3 തൊട്ട് 4.5 മണിക്കൂറിനുള്ളിൽ ഈ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ തരം ചികിത്സ എന്നത് നമ്മൾ സ്ട്രോക്ക് ആരംഭിച്ചത് ശേഷം 6 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു കത്തീറ്റർ വഴി ഒരു തലച്ചോറിനുള്ളിലെ ക്ലോട്ട് എടുത്തു കളയുന്ന ചികിത്സയാണ്. ഇത്തരത്തിലുള്ള ഈ 2 തരത്തിലുള്ള ചികിത്സയും സമയബന്ധിതമായി നമ്മൾ ചെയ്യേണ്ട ചികിത്സയാണ്. കാരണം എന്തെന്നാൽ ഈ ചികിത്സ, ആദ്യത്തെ ചികിത്സ ഇഞ്ചക്ഷൻ വഴി ക്ലോട്ട് അലിയിച്ചു കളയുന്ന ചികിത്സ എന്നുള്ളത് നമുക്ക് 4.5 മണിക്കൂറിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് വരിക.
അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതി, അതായത് കത്തീറ്റർ വഴി ക്ലോട്ട് എടുത്തു കളയുന്ന ചികിത്സ നമ്മൾ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് പ്രധാനമായും സ്ട്രോക്ക് വന്ന ആ സമയം മുതൽ തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതും അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ്. പൊതുവെ നമ്മൾ ഒരു പക്ഷാഘാതം വന്ന രോഗി എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ ഒരു കിടപ്പാവസ്ഥയുള്ള രോഗി എന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിലുള്ള നൂതനമായ ചികിത്സാ രീതികൾ, ഞാൻ മുൻപ് പറഞ്ഞ നൂതനമായ ചികിത്സാ രീതികൾ മുഖേന നല്ലൊരു ശതമാനം, ഏകദേശം 50 മുതൽ 60% വരെ രോഗികൾക്ക് പക്ഷാഘാതത്തിൽ നിന്നും നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ലഭിക്കുവാനും അവർക്ക് അവരവരുടെ പഴയ ജീവിതചര്യകളിലേക്കും ജോലിക്കും മറ്റുള്ള ജീവിതചര്യകളിലേക്കും പോകാൻ സാധിക്കും. വളരെ ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് മാത്രമാണ് കിടപ്പാവസ്ഥ എത്താനുള്ള സാധ്യത. കിടപ്പാവസ്ഥയിലുള്ള രോഗികൾക്കും നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. കാരണം എന്താ വെച്ചാൽ പ്രധാനമായും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫിസിയോതെറാപ്പിയും ഒരു കിടപ്പാവസ്ഥയുള്ള രോഗിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം അവരുടെ കൈകാലുകൾക്ക് അനക്കാൻ തീരെ ഫലമുണ്ടാവില്ല. അങ്ങനെ അനക്കാതെ കിടക്കുമ്പോൾ അവരുടെ ജോയിന്റ്സ്, അവരുടെ സന്ധികളെല്ലാം സ്റ്റിഫാവുകയും അവർ കട്ടിപ്പായി മാറുകയും അവർക്ക് പിന്നീട് കൈകാലുകൾ അനക്കുമ്പോൾ വളരെയധികം വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പികൾ വളരെ അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീച്ച് തെറാപ്പി. പല രോഗികൾക്കും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള രോഗികൾക്ക് നല്ല രീതിയിൽ സ്പീച്ച് തെറാപ്പി, സംസാരിക്കാനുള്ള തെറാപ്പി നൽകുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു പരിധിവരെ നല്ല രീതിയിൽ ഇതിനെല്ലാം ഇംപ്രൂവ്മെന്റ്, നല്ല രീതിയിൽ സംസാരം വീണ്ടെടുക്കാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് കിടപ്പാവസ്ഥയിലുള്ള രോഗികൾക്ക് ഒക്യുപേഷണൽ തെറാപ്പി, അവരുടെ ചെറിയ മൂവ്മെന്റ്സ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി, കൈകളുടെയും ഒക്കെ അനക്കങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഒക്യുപേഷണൽ തെറാപ്പി നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കും. പ്രധാനമായും നമ്മൾ സ്ട്രോക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമയമാണ്. എത്രയും പെട്ടെന്ന് സ്ട്രോക്കായ ഒരു രോഗിയെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അഥവാ സ്ട്രോക്കിന് സജ്ജമായിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് അവർക്ക് ഈ ഇഞ്ചക്ഷൻ വഴിയുള്ള ചികിത്സ പേഷ്യന്റ് നൽകാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഇഞ്ചക്ഷൻ നൽകുക. മൂന്നാമതായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ ചെയ്യാൻ പറ്റുന്ന രോഗിക്ക് അവർക്ക് ക്ലോട്ട് എടുത്തു കളയുന്ന ട്രീറ്റ്മെന്റും നമുക്ക് നൽകാവുന്നതാണ്. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, ഓരോ നിമിഷം നമ്മൾ വൈകിക്കും തോറും തലച്ചോറിലെ കോടിക്കണക്കിന് കോശങ്ങളാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലിരിക്കട്ടെ, ടൈം ഈസ് ബ്രെയിൻ.